ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ അച്ചമ്മന്റെ തിരുവാതിരയാണ് നമ്മൾ ഇന്ന് കാണാൻ പോവാണ്. ഹലോ ഗായ്സ്, ഇതാണ് ടീം ചെമ്പഴന്തി. എൻ്റെ പേര് അനില തമ്പി. ഞാൻ പള്ള യൂത്ത് ലീഗ് ശാഖയിലെ ഒരു അംഗമാണ്. ഞങ്ങൾ വെറുതെ ഒന്ന് കളിക്കാനായിട്ട് തുടങ്ങിയ ഒരു ട്രൂപ്പാണ്. പക്ഷേ അത് ഞങ്ങളുടെ ശാഖയെ കളിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഒപ്പം തന്നെ ഞങ്ങൾക്ക് നല്ല മാനസികോല്ലാസം ലഭിക്കുന്ന ഒരു തിരുവാതിര, കൈകൊട്ടിക്കളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ടെൻഷനൊക്കെ മറന്ന് ഞങ്ങളെല്ലാവരും 10 പേര് ഒത്തുകൂടുമ്പോഴത്തേക്കും ഒരു ചരടിയിൽ കോർത്ത മുത്തുപോലെ തന്നെയാണ് എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾ തീർക്കുന്ന 1.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങളല്ലാതെ ആവുകയാണ്. എന്നിരുന്നാലും ഞങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരം തന്നെയായിരുന്നു. കാരണം നിങ്ങൾ കളിക്കണം, നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു നല്ലൊരു സമയമാണ്, നിങ്ങൾ കളിക്കണം, അത് ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് ഞങ്ങളുടെ വീട്ടുകാർ ഓരോരുത്തരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് തുടർന്ന് പോകാൻ പറ്റുന്നത്. 34ാമത്തെ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ ധന്യമായൊരു മുഹൂർത്തം തന്നെയാണ്. ഞങ്ങളിപ്പോൾ 35 സ്റ്റേജോളം കവർ ചെയ്തു. 3ാമത്തെ വർഷമാണ് ശാരദാമഠത്തിൻ്റെ ഞങ്ങൾ നവമിയുടെ ഭാഗമായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്നത്. വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. എൻ്റെ ടീമിലുള്ള അംഗങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ പേര് അനില തമ്പി. ഞാൻ പള്ള യൂത്ത് ലീഗ് ശാഖയിലെ ഒരു അംഗമാണ്. ഞങ്ങൾ വെറുതെ ഒന്ന് കളിക്കാനായിട്ട് തുടങ്ങിയ ഒരു ട്രൂപ്പാണ്. പക്ഷേ അത് ഞങ്ങളുടെ ശാഖയെ കളിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഒപ്പം തന്നെ ഞങ്ങൾക്ക് നല്ല മാനസികോല്ലാസം ലഭിക്കുന്ന ഒരു തിരുവാതിര, കൈകൊട്ടിക്കളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ടെൻഷനൊക്കെ മറന്ന് ഞങ്ങളെല്ലാവരും 10 പേര് ഒത്തുകൂടുമ്പോഴത്തേക്കും ഒരു ചരടിയിൽ കോർത്ത മുത്തുപോലെ തന്നെയാണ് എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾ തീർക്കുന്ന 1.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങളല്ലാതെ ആവുകയാണ്. എന്നിരുന്നാലും ഞങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരം തന്നെയായിരുന്നു. കാരണം നിങ്ങൾ കളിക്കണം, നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു നല്ലൊരു സമയമാണ്, നിങ്ങൾ കളിക്കണം, അത് ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് ഞങ്ങളുടെ വീട്ടുകാർ ഓരോരുത്തരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് തുടർന്ന് പോകാൻ പറ്റുന്നത്. 34ാമത്തെ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ ധന്യമായൊരു മുഹൂർത്തം തന്നെയാണ്. ആ ഒരു സ്റ്റേജ് ശിവഗിരിയിൽ കിട്ടിയത് അതിലും വലിയ അഭിമാന മുഹൂർത്തവും ഒപ്പം എൻ്റെ കൂട്ടുകാരുടെ എല്ലാം സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വളരെ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ അമ്മമാരും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ. എപ്പോഴും എന്നും ഈ ട്രൂപ്പ് നിലനിൽക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് 5 വർഷമായി. 56 വയസ്സുണ്ടെങ്കിലും അതെല്ലാം മറന്ന് കളിക്കുക. ഇപ്പം ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാലിന് വേദന ഉണ്ടെങ്കിലും ഞങ്ങൾ കളിക്കും. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പേര് അർച്ചന രാജീവ്. ടീം ചെമ്പഴന്തിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനമുണ്ട്. ഞങ്ങളിത് 5ാമത്തെ വർഷമാണ്. SNDPയിലെ കുടുംബസംഘത്തിന് ഒരു സ്റ്റേജിൽ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത്. അവിടെ നിന്ന് കിട്ടിയ പ്രചോദനമാണ് ഈ 34ാമത്തെ സ്റ്റേജ് വരെ ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. ശിവഗിരിയിൽ ഇത് 3ാമത്തെ തവണയാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ
ഞങ്ങളുടെ ഒരു കൂട്ടായ്മ 10 പേരടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം മറന്ന് ഒരുമിച്ച് സന്തോഷിച്ച് എല്ലാത്തിൻ്റെ ക്രെഡിറ്റ് ഞങ്ങളുടെ സൂര്യ ടീച്ചർക്കാണ്. സൂര്യ ടീച്ചറാണ് ഞങ്ങളുടെ ഉള്ളിലെ കഴിവുകളെല്ലാം പുറത്തു കൊണ്ടെത്തുന്നത്. എൻ്റെ പേര് സൗമ്യരാജൻ എന്നാണ്. ഈ നമ്മുടെ ടീം ചെമ്പഴന്തിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവിധ സങ്കടങ്ങളും മറന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തിരുവാതിര ഗ്രൂപ്പിൽ വരുമ്പോഴാണ്. എല്ലാ സന്തോഷവും സങ്കടവും എല്ലാം ഞങ്ങളിവിടെ പങ്കിടാറുണ്ട്. എല്ലാവരുടെയും ഈ കൂട്ടായ്മ വർഷങ്ങളോളം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഞങ്ങളുടെ സൂര്യ ടീച്ചർ, അവൾ ജോലിയുള്ളവർക്ക് പിള്ളേർ കുട്ടികളാണ്. അവൾ ഒരുപാട് റിസ്ക് എടുത്താണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അവളോടുള്ള നന്ദി ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ശിവഗിരിയിൽ ഇപ്പം 3ാമത്തെ വർഷമാണ് ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നത്. വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജൂലി സുനിൽ. ഞങ്ങൾ ഇന്ന് ഇത്ര ഈ നിലയെത്താൻ കാരണം ഞങ്ങളുടെ ഗുരുദേവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ സൂര്യ ടീച്ചറാണ് ഞങ്ങളെ ഇത്രയൊക്കെ പഠിപ്പിച്ച് ഒത്തിരി തിരക്കിൽ നമ്മൾ ഓടി വന്ന് ഞങ്ങളെ വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ 10 പേർക്കും ജോലിയൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഇട്ട് വീട്ടുകാര്യങ്ങളൊക്കെ നേരെ നോക്കിയിട്ടൊക്കെ ഓടി വന്ന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഒത്തൊരുമയിലും കൂട്ടായ്മയിലും ഭാഗം കൊണ്ടാണ് ഞങ്ങൾ ഇത്ര സന്തോഷത്തോടും ഒക്കെ ഞങ്ങൾ ഇരിക്കുന്നത്. പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറന്ന് ഒത്തൊരുമയോടെ പോകാനും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹവും ഈ ടീച്ചറുടെ കൂടെയുള്ള ആ ഒരു എന്താ പറയുക, ടീച്ചറുടെ ഒരു സ്നേഹവും എല്ലാം കൊണ്ടൊക്കെ മാത്രമാണ് ഇത്ര എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ കൈകൊട്ടിക്കളി സംഘം തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. ഞങ്ങളുടെ ശാഖയിൽ വെറുതെ ഒരു കുടുംബ സംഗമത്തിന് വേണ്ടി ഞങ്ങളൊരു കൈകൊട്ടിക്കളി അവതരിപ്പിച്ചതാണ്. അതിൽ നിന്നാണ് ഇത്രയും 34 സ്റ്റേജുകൾ ഞങ്ങൾ വന്ന് ഇതുവരെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് ഞങ്ങളുടെ വീട്ടുകാരുടെയും ഞങ്ങളുടെ കൂട്ടുകാരുടെയും ഞങ്ങളുടെ ടീച്ചർ, അതിലേറെ ഞങ്ങളുടെ ടീച്ചറിൻ്റെയും എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതുവരെ എത്താൻ സാധിച്ചത്. ഞങ്ങൾ വൈകിട്ട് പ്രാക്ടീസിനൊക്കെ ആണെങ്കിലും എല്ലാവരും അത്യാവശ്യം ജോലിയൊക്കെ ഉള്ളവരാണ് എല്ലാവരും. എങ്കിലും എല്ലാവരും ആ ഒരു സമയം കൃത്യമായിട്ടും വിനിയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് ഓരോ പരിപാടികളിലും ഞങ്ങൾ പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം മുന്നോട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോജ്. ഞങ്ങൾ ടീം ചെമ്പഴന്തി തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ പക്ഷേ ഇപ്പോൾ 34ാമത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ശിവഗിരിയിൽ ഈ ശാരദാമഠത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് 3ാമത്തെ തവണയാണ് വരുന്നത്. ഞങ്ങളുടെ ടീമിൽ എല്ലാവർക്കും ഞങ്ങൾ സന്തോഷവും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾ കരുതുകയാണ്. പിന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ എല്ലാവർക്കും ഞങ്ങൾക്ക് ശാരദാമ്മയുടെയും ശിവഗിരി നമ്മുടെ ഗുരുദേവൻ്റെയും അനുഗ്രഹം. ഞാൻ 2 വർഷമായി ഇതിനകത്ത് വന്നിട്ട്. പക്ഷേ ഈ തിരുവാതിര ഗ്രൂപ്പിൽ വന്നപ്പോൾ പല സങ്കടങ്ങളും നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ മറക്കുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞിടയ്ക്ക് ഈ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇല്ലാതെ വന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളില്ലാതെ വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഇല്ലാതെ വന്നപ്പം ഒന്ന് കളിക്കാനും പിന്നെ എല്ലാവരോടും ഒന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ പല വിഷമങ്ങളും ഇതിൽ നിന്ന് ഞാൻ മറക്കും. പിന്നെ സൂര്യ ആദ്യം ഞാൻ ഇതിനകത്ത് വരാൻ പറ്റിയില്ല. സൂര്യ പറഞ്ഞു ഞാൻ സൂര്യയുടെ എന്നും പിണങ്ങുമായിരുന്നു. ഇതിനകത്ത് എനിക്ക് ഒരവസരം വേണമെന്ന്. അവളാണ് എനിക്കിത് മേടിച്ചു തന്നത്. ഈ ഗ്രൂപ്പിലോട്ട് ചേരാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ വലിയ ദൈവത്തിനോട് ഞാൻ ഗുരുദേവനോടും പുതുമോടി പാട്ടും പാടി കളിയാ